മലയാള ചലച്ചിത്ര ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് പ്രമുഖ സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ്. യുവനടി നൽകിയ പീഡന പരാതിയിൽ ഇന്നലെ രാത്രിയോടെയാണ് നാടകീയമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മലയാള സിനിമയിലെ അതികായനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെ അഴികൾക്കുള്ളിലാക്കിയ ഓപ്പറേഷന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സിനിമാ സെറ്റിലെ മുതിർന്ന വ്യക്തി എന്ന നിലയിൽ അനുഗ്രഹം വാങ്ങാനാണ് നടി രഞ്ജിത്തിന്റെ കാരവാനിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ വെച്ച് നേരിടേണ്ടി വന്നത് സങ്കല്പിക്കാൻ കഴിയാത്ത ക്രൂരതയായിരുന്നു. കാരവന് പുറത്ത് കരഞ്ഞുകൊണ്ട് വന്ന നടിയെ സഹപ്രവർത്തകർ ആശ്വസിപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം മാസങ്ങളോളം നീണ്ട മാനസിക വിഷമത്തിൽ നിന്നും സാവധാന മുക്തിയായ ശേഷമാണ് നടി നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. സിനിമയിലെ ആഭ്യന്തര സമിതികളിൽ നിന്നും നീതി ലഭിക്കില്ലെന്നുറപ്പായപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ ധൈര്യമാണ് പരാതി നൽകാൻ നടിയെ പ്രേരിപ്പിച്ചത്. പരാതി ലഭിച്ച നിമിഷം മുതൽ കമ്മീഷണർ കാളിരാജ് മഹേശ്വറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു നീക്കങ്ങൾ. കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനുകളിൽ സാധാരണക്കാരെന്ന വ്യാജേന ഷാഡോ പോലീസ് ഉണ്ടായി. രഞ്ജിത്തിനൊപ്പം നിഴലായി നടന്ന വ്യക്തി പോലും തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലീസുകാരാണെന്ന് അറിഞ്ഞില്ല. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ളതിനാൽ വിവരം ചോരാതിരിക്കാൻ കമ്മീഷണറുടെ ഓഫീസിൽ പ്രത്യേക സംവിധാനവും ഉണ്ടായിരുന്നു. അറസ്റ്റ് ഭയന്ന് നടൻ ബോബി കുര്യന്റെ കാറിൽ ഒളിവിൽ പോകാൻ ശ്രമിക്കുമ്പോഴാണ് തൊടുപുഴ മുട്ടത്ത് വെച്ച് പോലീസ് സംഘം രഞ്ജിത്തിനെ തടഞ്ഞത്. കൊച്ചി കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഇടുക്കി എസ്.പിയുടെ നിർദ്ദേശപ്രകാരം നടന്ന രഹസ്യനീക്കം രഞ്ജിത്തിനെ ഞെട്ടിച്ചു. സാംസ്കാരിക വകുപ്പോ പോലീസോ രഞ്ജിത്തിന് യാതൊരു സംരക്ഷണവും നൽകിയിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. അന്നും ഇന്നും ഇരയ്ക്കൊപ്പമാണ് സർക്കാരെന്നും അത്തരം മ്ലേച്ഛമായ പ്രവൃത്തികൾ അംഗീകരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സിനിമയിലെ പവർ ഗ്രൂപ്പുകൾക്ക് മുകളിൽ നിയമത്തിന്റെ കൈകൾ എത്തുമെന്ന് തെളിയിച്ച ഓപ്പറേഷൻ മലയാള സിനിമയിലെ കറുത്ത അധ്യായങ്ങൾക്കുള്ള താക്കീതാണ്. അധികാരത്തിന്റെ ഉന്നതിയിൽ നിന്ന് അഴികൾക്ക് പിന്നിലേക്ക് രഞ്ജിത്ത് നടന്നു നീങ്ങുമ്പോൾ അത് നീതി തേടിയിറങ്ങിയ അതിജീവിതയുടെ വലിയ വിജയമായി മാറുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തേക്ക് രഞ്ജിത്തിനെ അവരോധിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ എതിർപ്പുയർന്നു. എന്നാൽ അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നുവെന്ന അവൾക്കൊപ്പം ക്യാമ്പയിന്റെ മുൻനിര പോരാളിയായി രഞ്ജിത്തിനെ സർക്കാർ ഉയർത്തിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മനസ്സിനൊപ്പം സഞ്ചരിച്ച സംവിധായകൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിൽ പെട്ടതോടെയാണ് തിരിച്ചടി നേരിട്ടത്. ആദ്യഘട്ടത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും യുവനടിയുടെ പുതിയ പരാതിയിൽ പോലീസിന്റെ പക്കൽ കൃത്യമായ തെളിവുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ CPM-ഉം സർക്കാരും രഞ്ജിത്തിനെ പൂർണ്ണമായും കൈവിട്ടു. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി മാറിയത് രഞ്ജിത്തിന് വലിയ തിരിച്ചടിയായി. സിനിമാ സെറ്റിലെ പവർ ഗ്രൂപ്പിന്റെ അധിപനായി സ്വയം അവരോധിച്ചതാണ് രഞ്ജിത്തിന് പിഴച്ചത്. രാത്രി മുഴുവൻ നീണ്ട വൈദ്യപരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും ശേഷം പുറത്തിറങ്ങിയ രഞ്ജിത്ത് വ്യാജ പരാതിയെന്ന് ആവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ ഒളിച്ചോടാൻ ശ്രമിച്ചതും ഗൗരവമായ വകുപ്പുകൾ ചുമത്തിയതും പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉടൻ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. രാവണപ്രഭു എന്ന സിനിമയിലൂടെ അധികാര ഗർവ് സ്ക്രീനിൽ കാണിച്ച രഞ്ജിത്ത് ജീവിതത്തിൽ അതേ ഗർവ് കാണിച്ച് ഒടുവിൽ ജയിൽവാസം വരിക്കേണ്ടി വരുന്ന വിരോധാഭാസത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്.